അങ്ങ് ജീവിതത്തിൽ ഏറ്റവും എപ്പോഴെങ്കിലും ഒരു കരഞ്ഞു പോയ സന്ദർഭമുണ്ടോ? അമ്മയുടെ മരണം അതല്ലാതെ. അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങൾ ധാരാളമുണ്ട്. അത് വേദനിപ്പിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം വിഷമം തോന്നുന്നത് നമ്മുടെ ഒന്നിച്ചുള്ളവരും നമ്മളെ വിട്ടുപിരിയുമ്പോൾ, നമുക്ക് ശേഷം വിട്ടുപിരിയേണ്ടവരാണെന്ന് കരുതുന്നവർ വിട്ടുപിരിയുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. അതിപ്പോൾ പരസ്യമായിട്ട് തന്നെ പ്രകടമായതാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ അനുശോചന യോഗത്തിൽ സംസാരിക്കാൻ, ആ സംസാരം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങേക്ക് ജീവിതത്തിൽ എന്തിനെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത് ആ തരത്തിലില്ല. പക്ഷേ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. ജീവിതത്തിലെ എന്തിൻ്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാൽ, എൻ്റെ ഒരു കോളേജ് പഠനകാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു. നല്ല അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആ വിദ്വാൻ നല്ല വലിയ കാശുള്ള ആളാണ്. സായിപ്പിൻ്റെ മകനായിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാശ് ധാരാളമുണ്ട്. അന്ന് ഈ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് 100 നോട്ടുകൾ എടുക്കുന്ന ഒരു വിദ്വാനാണ്. അങ്ങനെ കാശുണ്ടാകുന്ന ഒരു വിദ്വാൻ. പക്ഷെ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. മദ്യപാനത്തിലേക്ക് നീങ്ങി പുള്ളി. അപ്പം ഞാനന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് ശരിയല്ലേ, ഇത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വല്ലാതെ പരിധി വിട്ട് പ്രയോഗിക്കുന്നവരെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ബന്ധം അങ്ങ് വിച്ഛേദിച്ചു. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആ ബന്ധം വിച്ഛേദിച്ചത് അയാളെ കൂടുതൽ നാശത്തിലേക്ക് എത്തിച്ചു. അയാൾ വല്ലാതെ തകർന്നുപോയി. തകർന്നൊരു പൂർണ്ണമായ മദ്യപാനിയായി റോഡ് വക്കിലൊക്കെ ഇരിക്കുന്ന സൈസായിട്ട് മാറിയിരുന്നു. അപ്പോൾ അത് പിന്നെ എന്നെ ഒരു കുറ്റബോധത്തിലേക്ക് നയിച്ചിരുന്നു. അത് അന്ന് ഞാൻ അങ്ങനെ വിട്ടിരുന്നില്ലെങ്കിൽ ഞാനുമായിട്ടുള്ള അടുപ്പം തുറന്നിരുന്നുവെങ്കിൽ അയാൾ മദ്യപിക്കുമായിരുന്നു. പക്ഷേ ഇതുപോലൊരു മദ്യപാനിയായിട്ട് മാറില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതാണ് എനിക്കൊരു കുറ്റബോധം തോന്നിയ ഒരു കാര്യം. മറ്റൊരു കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം അങ്ങയുടെ ദൗർബല്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം? അത് എന്താണെന്ന് ഇപ്പോൾ ദൗർബല്യം മനസ്സിലാക്കുന്ന ചില ആൾക്കാർ കണക്കാക്കിയത് എൻ്റെ ദൗർബല്യം എൻ്റെ മക്കളാണെന്നാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു കോളേജ് കാലത്തുള്ള ഒരാൾ രാഷ്ട്രീയമായിട്ട് വിരുദ്ധ ചേരിയിലാണ്. രാവിലെ എൻ്റെ വീട്ടിൽ വരികയാണ്. എതിർചേരിയിലാണ്, ഭയങ്കര എതിരാടിയാണ്. രാവിലെ വീട്ടിൽ വരികയാണ്. എന്താ പേര് ഞാൻ പറയുന്നില്ല, എന്താന്ന് ചോദിച്ചപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പറഞ്ഞ് നിങ്ങളെ നല്ല വിജയൻ്റെ എന്നാണ്. വിജയൻ്റെ മക്കളെ നേരെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആളെ പേര് പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ടു പോകാനാണ്. ഇയാളുടെ പ്രധാന സുഹൃത്താണ് ഈ ചെയ്യുന്നത്. ഈ പ്രധാന സുഹൃത്താണ് ഇത് പ്ലാൻ ഇട്ടിട്ടത്. അപ്പോൾ ആ സുഹൃത്തിനോട് ഇയാൾ പറഞ്ഞു, പിന്നെ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ പിന്നെ നാട് കത്തും, അന്ന് അങ്ങനെ ഒരു വഴിക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനായതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ നടന്നേക്കാവും. അപ്പോൾ ഞാൻ ചിരിച്ചു. അല്ല, നിങ്ങൾ ചിരിക്കുക ചെയ്യാന്ന് എനിക്കറിയാം, എന്നാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ശ്രദ്ധിക്കാനാണ്? ഞാൻ എന്ത് ശ്രദ്ധിക്കും? ഭാര്യയോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പിന്നെ പിന്നെയുള്ള അവസ്ഥ എന്താണ്? ഈ കുട്ടികളോട് പറയാൻ പറ്റൂ? അത് പിന്നെ വരുന്നിടത്ത് കാണാൻ നോക്കൽ മാത്രമേ പറ്റൂ. അപ്പോൾ ദൗർബല്യം എന്നുള്ളത് മറ്റുള്ളവരാണല്ലോ വിലയിരുത്തുന്നത്. അങ്ങനെ കണ്ടത് കുട്ടികളാണ് ദൗർബല്യം എന്നുള്ള മട്ടിലാണ്.